മക്കബായരുടെ രണ്ടാം പുസ്തകം അധ്യായം 1. ദേവാലയ പ്രതിഷ്ഠ. ഒന്നാമത്തെ കത്ത്. ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജെറുസലേമിലും യൂദയാദേശത്തുമുള്ള യഹൂദ സഹോദരർ സമാധാനം ആശംസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ. സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ. കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവിടിയാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 169 വർഷം ദമത്രിയൂസിന്റെ ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു. അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധ ദേശത്തും രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചു. ദീപം തെളിക്കുകയും കാഴ്ചയപ്പം ഒരുക്കി വെക്കുകയും ചെയ്തു. 188 വർഷം കിസ്ലേവ് മാസത്തിൽ കൂടാര തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കത്ത്. ജെറുസലേമിലും യൂദയായിലുമുള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിന്റെ ഗുരുവുമായ അരിസ്തോബുലൂസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു. കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടുന്ന് തുരത്തി. പേർഷ്യയിലെത്തിയ സേനാധിപതിയും അപ്രതിരോധ്യമായ സേനയും നനയാ ക്ഷേത്രത്തിൽ വെച്ച് നനയായുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു. വൻപിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്തിയോക്കസ് നനയാ ദേവിയെ പരിഗ്രഹിക്കാൻ എന്ന ഭാവേന അനുചരന്മാരുമൊത്ത് അവിടെ എത്തി. ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിരത്തിവെച്ചു. അന്തിയോക്കസ് ഏതാനും പേരോടുകൂടെ ക്ഷേത്രവളപ്പിൽ പ്രവേശിച്ചയുടനെ അവർ വാതിലടച്ചു. മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗഭംഗപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു. അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ. കിസ്ലേവ് മാസം 25 ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ്. കാരണം കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമ്യാ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങളും ആഘോഷിക്കേണ്ടതാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നി എടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്കു ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമ്യാ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ട് വരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. അത് കോരിക്കൊണ്ടുവരാൻ നെഹമ്യാ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജോനാഥാൻ പ്രാർത്ഥന നയിക്കുകയും ജനം നെഹമ്യായോടൊത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സകലത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമായ കർത്താവേ, ഏകരാജാവും ദയാലുവുമായ അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ്. അങ്ങു മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ. എല്ലാ തിന്മകളിലും നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തു രക്ഷിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ.
ചിതറിപ്പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതീയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. നിന്ദിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിജാതീയർ അറിയാൻ ഇടയാകട്ടെ. മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ. മോശ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടുവളർത്തണമേ. അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു. ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കുന്നതിന് നെഹെമ്യാ കൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിജ്വാല ഉണ്ടായി. ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി. ഈ വസ്തുത പ്രസിദ്ധമായി. പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവകം കണ്ടെന്നും അതുപയോഗിച്ച് നെഹെമ്യായും അനുചരന്മാരും ബലിവസ്തുക്കൾ ദഹിപ്പിച്ചെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുതകളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി പ്രഖ്യാപിച്ച് ചുറ്റും മതിൽ കെട്ടുകയും ചെയ്തു. തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു. നെഹെമ്യായും അനുചരന്മാരും ആ സ്ഥലത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്നു പേരിട്ടു. എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു. അധ്യായം 2. മുൻപ് പറഞ്ഞതുപോലെ നാടുകടത്തപ്പെട്ടവരോട് ജെറമ്യാ പ്രവാചകൻ അല്പം അഗ്നി എടുത്ത് സൂക്ഷിക്കാൻ ആജ്ഞാപിച്ചു. നിയമം നൽകിയതിനു ശേഷം അവരോട് കർത്താവിൻ്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റി പോകരുതെന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു. ഇതെല്ലാം രേഖകളിൽ കാണുന്നുണ്ട്. രേഖയിൽ ഇങ്ങനെയും കാണുന്നു: ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. അവിടെ ജെറമ്യാ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ച് ഭദ്രമാക്കി. അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ജെറമ്യാ ഇതറിഞ്ഞ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു: ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് സോളമന്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ മഹത്വവും മേഘവും അന്നും പ്രത്യക്ഷപ്പെടും. ജ്ഞാനിയായ സോളമൻ ദേവാലയ പൂർത്തീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും ബലി അർപ്പിച്ചു എന്ന് വ്യക്തമാണ്. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും സംഭവിച്ചു. പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടവ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനാലാണ് അവ ദഹിപ്പിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു. സോളമൻ 8 ദിവസം ഇതുപോലെ തിരുനാൾ ആഘോഷിച്ചു. ഇക്കാര്യങ്ങൾ രേഖകളിലും നെഹെമ്യായുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. നെഹെമ്യാ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിന്റെ കൃതികളും സ്വാഭീഷ്ട കാഴ്ചകളെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനങ്ങളും അതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു. കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യൂദാസ് സംഭരിച്ചു. അവ ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക, കൊടുത്തുവിടാം. ഞങ്ങൾ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത്. നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ. നിയമം വഴി വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ കൊടുക്കുകയും രാജത്വവും പൗരോഹിത്യവും വിശുദ്ധീകരണവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ദൈവം നമ്മുടെ മേൽ താമസിയാതെ കരുണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് നമ്മെ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം അവിടുന്ന് നമ്മെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തു. ഗ്രന്ഥകാരൻ്റെ മുഖവുര. യൂദാസ് മക്കബെയൂസിൻ്റെയും സഹോദരന്മാരുടെയും ചെയ്തികൾ, ദേവാലയ ശുദ്ധീകരണം, ബലിപീഠ പ്രതിഷ്ഠ, അന്തിയോക്കസ് എപ്പിഫാനസിനും പുത്രൻ യൂപ്പാത്തോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ, യഹൂദ വിശ്വാസത്തെ സംരക്ഷിക്കാൻ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം, സംഖ്യയിൽ ചെറുതെങ്കിലും കർത്താവ് ദയാവായ്പോടെ തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാട് മുഴുവൻ പിടിച്ചടക്കിയത്, ആ കിരാതവർഗങ്ങളെ അനുധാവനം ചെയ്തത്, ലോകപ്രസിദ്ധി ആർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്,
ഇവയുടെ വിവരണം കിരേനക്കാരൻ ജാസൻ 5 വാല്യങ്ങളായി തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു പുസ്തകത്തിൽ സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇതിലുള്ള സംഖ്യകളുടെ പെരുപ്പവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതകളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസ്വാദ്യവും മനഃപ്പാഠമാക്കാൻ ഇച്ഛിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദവും ആക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ തക്കവിധം വിരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതുപോലെ ഗ്രന്ഥ സംക്ഷേപണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല. വിയർപ്പൊഴുക്കലും ഉറക്കമിളപ്പും അത് ആവശ്യപ്പെടുന്നു. എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു. വസ്തുതകൾ സംക്ഷേപിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. സൂക്ഷ്മമായ വിശദാംശങ്ങൾ മൂലഗ്രന്ഥകാരന് ഞങ്ങൾ വിട്ടിരിക്കുന്നു. പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധിക്കണം. എന്നാൽ ചിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ അതിൻ്റെ മോടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ്. വിഷയം എല്ലാ വശത്തു നിന്ന് പരിശോധിച്ചറിയുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രോഡീകരിക്കുകയുമാണ് മൂലചരിത്രകാരൻ്റെ ധർമ്മം. വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കരണത്തിൻ്റെ സംക്ഷിപ്തതയിൽ ശ്രദ്ധിച്ച് സമ്പൂർണ്ണ വർണ്ണന ഉപേക്ഷിക്കാൻ അവകാശമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇനി ഏറെയൊന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം. ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവുര ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ലല്ലോ. ദൈവമായ കർത്താവിന് സ്തുതി.